ഏറ്റവും സമ്പൽ സമൃദ്ധിയും ഏറ്റവും ഐശ്വര്യപൂർണ്ണമായ സമയം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ. ഇസ്രായേൽ ബിക്കംസ് ദ സെൻട്രൽ ഫോക്കൽ പോയിൻ്റ് ഓഫ് ദ വേൾഡ്. ഒരു വലിയ ലോകത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധയാർഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സിസ്റ്റംസ് ഉള്ള ഒരു രാജ്യമായിട്ട് സോളമൻ്റെ കാലഘട്ടത്തിലാണ് അവിടെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. Hello my dear friends, welcome back to the big adventure journey that we are on. നമ്മുടെ ബൈബിൾ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മളെല്ലാ പ്രാവശ്യവും ചെയ്യാറുള്ളത് പോലെ തന്നെ നമ്മൾ 119 സങ്കീർത്തനം വായിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുവാനും അത് മനസ്സിലാക്കുവാനും വേണ്ട ഒരു പ്രാർത്ഥന ദൈവത്തിങ്കിലേക്ക് നമുക്ക് ഉയർത്താം. നിങ്ങളെല്ലാവരും 119 സങ്കീർത്തനം കൂടെ വായിക്കണം. അതിലെ സാധിക്കുന്ന വചനങ്ങളൊക്കെ മനഃപ്പാഠമാക്കണം. അത് റിപ്പീറ്റഡായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിനോടും ആ ദൈവത്തിൻ്റെ കൽപ്പനകളോടുമൊക്കെയുള്ള ഒരു തുറവി ദൈവം തരും. ഓൺലി വെൻ ഗോഡ് ഗിവ്സ് ഇറ്റ് ടു അസ് വി വിൽ ഗെറ്റ് ഇറ്റ്. അപ്പോൾ നമ്മൾ ചോദിക്കണം, ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും അല്ലേ? മത്തായി 7:7 ഈശോ പറഞ്ഞിട്ടില്ലേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും. അപ്പോൾ നമുക്ക് തുറന്നു കിട്ടേണ്ടത് എന്താണ്? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുളാണ്. കാരണം ഇതിലാണ് ദൈവം എല്ലാം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും ദൈവം വെളിപ്പെടുത്തി ഇസ്രായേലിന് അല്ലേ? നമ്മുടെ 147 സങ്കീർത്തനത്തിൽ വായിക്കുന്നില്ലേ, ദൈവം വേറെ ഒരു ജനതയ്ക്കും വേണ്ടി ഇത് വെളിപ്പെടുത്തിയിട്ടില്ല, ഇത് ഇസ്രായേലിനാണ് ദൈവം ഇതെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കണം. വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നമ്മൾക്ക് ബോധ്യങ്ങളായി തീരണം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ഓക്കെ, അപ്പോൾ നമുക്ക് 119 സങ്കീർത്തനം വായിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. 119 സങ്കീർത്തനം 101 മുതൽ 105 വരെയുള്ള വചനങ്ങൾ നമുക്കൊന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. 101 വചനം ഇങ്ങനെയാണ് പറയുന്നത്: അങ്ങയുടെ വചനം പാലിക്കുവാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്ന് എൻ്റെ പാദങ്ങൾ പിൻവലിക്കുന്നു. അവിടുന്ന് എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിച്ചില്ല. അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. അങ്ങയുടെ പ്രമാണങ്ങളാൽ ഞാൻ അറിവ് നേടി, അതിനാൽ വ്യാജമാർഗങ്ങൾ ഞാൻ വെറുക്കുന്നു. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളൊരു വചനമാണ് അല്ലേ? അങ്ങയുടെ വചനം എനിക്ക് എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അതിനു മുമ്പ് 101 സങ്കീർത്തനം 101 വചനം ഇങ്ങനെ പറയുന്നുണ്ട്: അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്നും എൻ്റെ പാദങ്ങൾ പിൻവലിക്കുന്നു. അപ്പം നമ്മുടെ ദുർമാർഗങ്ങളിൽ നിന്ന്, നമ്മുടെ ബാഡ് ഹാബിറ്റ്സിൽ നിന്ന് നമ്മൾ പുറകോട്ട് വന്ന്, അതായത് കോൺഷ്യസായിട്ട് നമ്മൾ അതിൽ നിന്ന് പുറകോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുവാനും പാലിക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും റിപ്പീറ്റഡായിട്ട് പറയുന്നത്, വി ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു ഓൾ ദി മലൈൻ വേയ്സ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിലെ എല്ലാ മ്ലേച്ഛതകളുടെ അല്ലെങ്കിൽ കൊള്ളരുതായ്മകളുടെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം പ്രാർത്ഥിക്കുകയും അത് പാലിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ നമ്മൾ പരാജയപ്പെടും. അപ്പം സങ്കീർത്തനം പറയാണ്, ഞാൻ അങ്ങയുടെ വചനം പാലിക്കണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് ദുർമാർഗങ്ങളിൽ നിന്ന് ഞാൻ ബോധപൂർവം ഞാൻ പിൻവലിക്കുന്നു. ദാറ്റ് ഈസ് അവർ കമ്മിറ്റ്മെൻറ്റ് ടു ഫോളോ ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അപ്പോൾ ഇത് നമ്മളൊരു ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. വെൻ ദർ ഇസ് എ ടെംപ്റ്റേഷൻ ടു സിൻ, ടു സേ എ ലൈ, ടു വാച്ച് സംതിങ് വിച്ച് ഇസ് നോട്ട് ഗുഡ്, ടു ഡിസൊബേ യുവർ പേരൻസ്, ടു ഗോ എഗൻസ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ്, നമ്മൾ ബോധപൂർവ്വം, നമ്മുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ നമ്മളെ പ്രേരിപ്പിക്കും, ചില സംഗതികൾ നമ്മൾ കാണാനുള്ള സംഗതികൾ നമ്മൾ മൊബൈലിലുണ്ടാകും, ചില ഗ്രൂപ്പ്സിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും. അപ്പോൾ ബോധപൂർവം ഞാൻ എൻ്റെ പാദങ്ങൾ അതിൽ നിന്ന് പിൻവലിക്കണം. എന്തിനെ പ്രതി? ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി. ഗോഡ്, അങ്ങയുടെ വചനം എനിക്ക് ഇതിനേക്കാളൊക്കെ മാധുര്യമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കാൻ ബോധപൂർവ്വം നമ്മൾ ചെയ്യണം. അത് നമ്മൾ വെറുതെ ഇങ്ങനെ അത് അങ്ങനെയെങ്കിൽ അങ്ങനെ, അത് കുറേ നാൾ ഞാൻ കുറേ വചനം ഞാൻ പ്രാർത്ഥിക്കും, പക്ഷേ ഞാൻ മൊബൈലിലുള്ള എല്ലാ ചാനലുകൾ ആവശ്യമില്ലാതെ വൃത്തികേടായിട്ടുള്ള എല്ലാം ഞാൻ കാണും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ വി ഷുഡ് സ്റ്റിക്ക് ടു ദാറ്റ് ലൈൻ. ഓക്കെ, ബിക്കോസ് വി ആർ ചോസൺ ബൈ ഗോഡ്, വി ബിൻ ബോട്ട് ബൈ ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് ആൻഡ് വി ആർ സോ പ്രഷ്യസ് ഇൻ ഗോഡ്സ് ഐസ്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എവിടെ നിർത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ സാമുവേലിൻ്റെ 2ാമത്തെ പുസ്തകമാണ് നമ്മൾ അവസാനം വരെ നമ്മൾ വായിച്ചു നിർത്തി. അവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് കണ്ടു? ദാവീദ് എന്ന് പറയുന്ന ആ രാജാവിൽ ദൈവം തൻ്റെ ഉടമ്പടി എന്നേക്കുമുള്ള ഉടമ്പടിയായി സ്ഥാപിക്കുന്നു അല്ലേ? എന്നിട്ട് വലിയൊരു പ്രോമിസ് ഡേവിഡിന് കൊടുക്കുന്നുണ്ട്. എന്താണ്? നിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും, നിൻ്റെ പുത്രൻ
ഈ ലോകത്തിൻ്റെ ഭരണാധികാരിയായിരിക്കും എന്ന് പറഞ്ഞ് യേശുവിലേക്കുള്ള ആ പ്രോമിസ് ഡേവിഡിൽ അവിടെ ഗോഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. എന്നിട്ട് ഇന്നിപ്പോൾ നമ്മൾ കിങ്സ്, ദ ബുക്ക് ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ടു, ഡേവിഡ് കിങ് ആയിരുന്നപ്പോൾ ഒരു വലിയ തെറ്റ് ചെയ്തു. അതിൻ്റെ വലിയ പരിണിത ഫലങ്ങൾ ഡേവിഡ് അനുഭവിച്ചു. ഡേവിഡിൻ്റെ മക്കളും കുറേ പേര് അതൊക്കെ അനുഭവിച്ചു. പക്ഷേ ദാവീദിനോടുള്ള സ്നേഹത്തെ ദാവീദ് റിപ്പൻറ്റ് ചെയ്തപ്പം ഗോഡ് വാസ് വെൽ പ്ലീസ്ഡ്. അവൻ്റെ പാപങ്ങളൊക്കെ ക്ഷമിക്കുന്നുണ്ട്. പക്ഷേ ദാവീദിൻ്റെ മകനായ സോളമനിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്കൊക്കെ വരുമ്പം നമ്മൾ ഫസ്റ്റ് കിങ്സിൽ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, 2-ാമത്തെ അധ്യായം എത്തുമ്പോഴത്തേക്കൊക്കെ ദാവീദ് മരിക്കുന്നു. 3-ാമത്തെ അധ്യായമാകുമ്പോഴത്തേക്കും നമ്മൾ സോളമനെ രാജാവായിട്ട് അവിടെ വാഴിക്കുകയാണ്. സോളമൻ ബിക്കംസ് ദ കിങ് അറ്റ് എ വെരി യങ് ഏജ്. പക്ഷേ ദൈവത്തിൻ്റെ പ്രോമിസ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് സോളമൻ വാസ് ഏബിൾ ടു ബിക്കം ദ മോസ്റ്റ് പ്രൊഫൗണ്ട് കിങ് ഹു റൂൾഡ് ഇസ്രായേൽ. ആ സമയം സോളമൻ്റെ കാലഘട്ടമാണ് ഏറ്റവും സമ്പൽ സമൃദ്ധിയും ഏറ്റവും ഐശ്വര്യപൂർണ്ണമായ സമയം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ. ഇസ്രായേൽ ബിക്കംസ് ദ സെൻട്രൽ ഫോക്കൽ പോയിൻ്റ് ഓഫ് ദ വേൾഡ്. ഒരു വലിയ ലോകത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധയാർഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സിസ്റ്റംസ് ഉള്ള ഒരു രാജ്യമായിട്ട് സോളമൻ്റെ കാലഘട്ടത്തിലാണ് അവിടെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണും, ഷേബ രാജ്ഞി അങ്ങ് ഈജിപ്തിൻ്റെ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഷേബ രാജ്ഞി വരികയാണ്. എന്തിനാണ്? സോളമൻ്റെ വിസ്ഡത്തെ പറ്റി അറിയുവാൻ. സോളമൻ്റെ സിസ്റ്റം എങ്ങനെയാണ് അവൻ ഭരിക്കുന്നത്, അവൻ ഇത്രമാത്രം ശ്രേഷ്ഠമാണെന്ന് ലോകമെല്ലാം പറയുന്നല്ലോ, അതൊക്കെ ഒന്ന് എനിക്ക് നേരിട്ട് കാണണം എന്ന് പറഞ്ഞൊക്കെ വരികയാണ്. അങ്ങനെ 6-ാമത്തെ അധ്യായത്തിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, എന്താണ്? സോളമൻ അവിടെ ജെറൂസലേം ടെമ്പിൾ പണിയുകയാണ്. ദൈവത്തിൻ്റെ വലിയ ഒരു ആലയം. ദാവീദ് ആദ്യമേ അതിനുവേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. ദാവീദിന് വലിയ ആഗ്രഹമായിരുന്നു. ദാവീദിൻ്റെ ഹൃദയം എപ്പോഴും വേദനിക്കുമായിരുന്നു. കാരണം ദാവീദ് രാജാവായിട്ട് വലിയൊരു കൊട്ടാരത്തിൽ താമസിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആർക്ക് ഓഫ് ദ കവനൻ്റ് ഈസ് കെപ്റ്റ് ഇൻ എ ടാബർനാക്കിൾ. അപ്പം ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, നിനക്ക് വേണ്ടി ഞാനൊരു ആലയം പണിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ദാവീദിനോട് പറഞ്ഞു, നീ ആയിരിക്കില്ല അത് പണിയുന്നത്, നിൻ്റെ പുത്രനായ സോളമൻ അത് പണിയുമെന്ന് നേരത്തെ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വാഗ്ദാന പ്രകാരം സോളമൻ ടേക്സ് ഇനീഷ്യേറ്റീവ് ടു ബിൽഡ് ദ ടെമ്പിൾ, ജെറൂസലേം ടെമ്പിൾ. ജെറൂസലേം ടെമ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ഏറ്റവും ദ എപ്പിറ്റോം ഓഫ് വർഷിപ്പ് ഓഫ് ഇസ്രായേൽ പീപ്പിളാണ്, അല്ലേ? പിന്നീട് നമ്മൾ ഈ ജെറൂസലേം ടെമ്പിൾ പണിത ശേഷം നമ്മൾ കാണും, ഇസ്രായേൽ ജനത്തിൻ്റെ എല്ലാ ആരാധനയുടെയും സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ജെറൂസലേം ടെമ്പിളാണ്. ബാക്കിയുള്ള എല്ലാ ആരാധനാലയങ്ങളും അവർക്ക് സിനഗോഗുകളാണ്. ജെറൂസലേം ടെമ്പിളിലാണ് അവർ ബലികൾ അർപ്പിക്കുവാൻ വരിക. നമ്മളറിയില്ലേ, പെസഹ എന്നൊക്കെ പറയുന്നത് നമ്മൾ ആഘോഷിക്കുമ്പം എല്ലാ വർഷവും ഇസ്രായേൽ ജനം ലോകത്ത് എവിടെയായിരുന്നാലും അവർ ജെറൂസലേമിൽ വന്ന് ആ പെസഹ സമയത്ത് അവർ അത് ആചരിക്കും. അത് വളരെ കൃത്യമായിട്ട് അവർ ആചരിക്കും. അതെല്ലാം ഈ ജെറൂസലേം ടെമ്പിൾ, ഈ സോളമൻ പണിയുന്ന ഈ ടെമ്പിളിലാണ് അവരതെല്ലാം ചെയ്യുന്നത്. 8-ാമത്തെ അധ്യായത്തിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ആർക്ക് ഓഫ് ദ കവനൻറ്റ് ഈ ടെമ്പിളിൽ കൊണ്ടുവന്നിട്ട് അത് കോൺസെക്രേറ്റ് ചെയ്യും. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ആ ബ്യൂട്ടിഫുൾ പ്രെയർ, സോളമൻ്റെ ഒരു പ്രെയറുണ്ട്. സോളമൻ ഈ ആർക്ക് ഓഫ് ദ ടെമ്പിൾ വന്നിട്ട് ഈ ദേവാലയം പ്രതിഷ്ഠിക്കും. പ്രതിഷ്ഠിച്ച് കഴിഞ്ഞ് സോളമൻ്റെ ഒരു പ്രെയറുണ്ട്. 8-ാമത്തെ അധ്യായം 22-ാമത്തെ വചനം അതിങ്ങനെയാണ്: സോളമൻ കർത്താവിൻ്റെ ബലിപീഠത്തിന് മുമ്പിൽ ഇസ്രായേൽ ജനത്തിൻ്റെ സന്നിധിയിൽ ഉന്നതങ്ങളിലേക്ക് കരമുയർത്തി പ്രാർത്ഥിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുന്ന ദാസന്മാരോടുള്ള ഉടമ്പടി പാലിക്കുകയും അനന്തസ്നേഹം അവരുടെ മേൽ ചൊരിയുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ആകാശത്തിലും ഭൂമിയിലും വേറൊരു ദൈവമില്ല. എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് അങ്ങ് ചെയ്ത വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നു. അതരം കൊണ്ട് ചെയ്ത വാഗ്ദാനം ഇന്ന് കരം കൊണ്ട് പൂർത്തീകരിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ, എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് നീ എൻ്റെ മുമ്പിൽ വ്യാപരിച്ചതുപോലെ നിൻ്റെ മക്കളും ചെയ്താൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലിരിക്കാൻ നിനക്കൊരവകാശി എൻ്റെ മുൻപിൽ ഉണ്ടാകാതെ വരില്ല എന്ന് അങ്ങ് ചെയ്ത വാഗ്ദാനം പാലിച്ചാലും. എന്നിട്ട് ആ സോളമൻ പ്രാർത്ഥിക്കുകയാണ് മുഴുവൻ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയും. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന വിജാതീയരെല്ലാവരും ബ്ലെസ് ചെയ്യണമേ എന്ന് പറഞ്ഞ് സോളമൻ്റെ ഭയങ്കര ഒരു പ്രെയറാണത്. അത് ഗോഡ് വാസ് വെൽ പ്ലീസ്ഡ് വിത്ത് സോളമൻ. എന്നിട്ട് സോളമനോട് ചോദിക്കും, എന്താണ് നിനക്ക് വേണ്ടത്? ആ 9-ാമത്തെ അധ്യായം എത്തുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദൈവം സോളമനോട് ചോദിക്കും, സോളമന് എന്താണ് നിനക്ക് ഏറ്റവും വേണ്ടതെന്ന് ചോദിക്കുമ്പം സോളമൻ ആ ദ മോസ്റ്റ് പ്ലീസിങ് റിക്വസ്റ്റ് ഗോഡ് അതിങ്ങനെയാണ് പറയുന്നത്.
9-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വചനം, ഇസ്രായേൽ സിംഹാസനം വാഴാൻ നിൻ്റെ വംശത്തിൽ സന്തതി അറ്റുപോവുകയില്ല എന്ന് എൻ്റെ പിതാവായ ദാവീദിനോട് ഞാൻ വാഗ്ദാനം ചെയ്തതുപോലെ ഇസ്രായേൽ നിൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും. ദൈവം ചോദിച്ചു, നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പം സോളമൻ പറയും, നീ എന്നെ ഏൽപ്പിച്ച ഈ ജനത്തെ, അത് വലിയൊരു ജനമാണ് ഇസ്രായേൽ ജനം എന്ന് പറയുമ്പം, ഇറ്റ് ബിക്കംസ് എ ബിഗ് കിങ്ഡം. ഞാൻ പറഞ്ഞില്ലേ, ദാവീദ് എല്ലാ ഗോത്രങ്ങളെയും ചേർത്ത് വെച്ച് ഇസ്രായേൽ ഹസ് ബിക്കം എ ബിഗ് കിങ്ഡം. അപ്പോൾ അത്രയും വലിയൊരു ജനതയെ ഭരിക്കാൻ സോളമൻ ഈസ് വെരി യങ്. അപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ഈ ജനത്തെ ഭരിക്കുവാനുള്ള, നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള വിസ്ഡം തരണമേ എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റ്. അപ്പോൾ ഗോഡ് വാസ് വെൽ പ്ലീസ്ഡ് വിത്ത് സോളമൻ ബിക്കോസ് ഹി ഡിഡ്ന്റ് ആസ്ക് ഫോർ റിച്ചസ്, ഹി ഡിഡ്ന്റ് ആസ്ക് ഫോർ മണി, ഹി ഡിഡ്ന്റ് ആസ്ക് ദ എനിമീസ് ടു ബി എലിമിനേറ്റഡ്. അവൻ അതൊന്നും ചോദിച്ചില്ല. അവൻ ചോദിച്ചത്, ഈ അങ്ങനെ ഏൽപ്പിച്ച ജനത്തെ ഭരിക്കുവാനുള്ള ജ്ഞാനം എനിക്ക് തരണമേ, നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള വിസ്ഡം തരണമേ എന്ന് പറയുമ്പം ഗോഡ് വിൽ ഗിവ് ദറ്റ് ബിഗ് ബ്ലെസ്സിങ്. ആൻഡ് സോളമൻ ബിക്കംസ് ദ വൈസസ്റ്റ് ഓഫ് ഓൾ ദ പീപ്പിൾ ഹു എവർ ലിവ്ഡ് ഇൻ ദിസ് പ്ലാനറ്റ്. സോളമൻ്റെ വിസ്ഡത്തെക്കുറിച്ചൊക്കെ നമ്മൾ ബുക്ക് ഓഫ് വിസ്ഡത്തിൽ നമ്മൾ വായിക്കും. സോളമൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ലോകത്തുള്ള എല്ലാ പ്രിൻസിപ്പിൾസും, എല്ലാ മേജർ ലോസും എല്ലാം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലോകം ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദൈവം സോളമന് ആ വലിയ ഗിഫ്റ്റ് കൊടുക്കും. പിന്നീട് നമ്മൾ സോളമൻ്റെ കഥയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. സോളമൻ എങ്ങനെയാണ് ആ വിസ്ഡം വെച്ച് ആ രാജ്യത്തെ ഭരിച്ചതും, ലോകത്തിൻ്റെ എല്ലാ അതിർത്തികളിൽ നിന്നും ഏത് പ്രോബ്ലത്തിനും സോളമൻ്റെ കോർട്ടിൽ സൊല്യൂഷനുണ്ട്. നോട്ട് ഓൺലി ദാറ്റ്, Solomon was able to decipher all the nuances of the nature. ഔഷധ ചെടികളെ തിരിച്ചറിയാൻ പറ്റും, മിനറൽസിനെ പറ്റി അറിയാം. സോളമൻ്റെ വിസ്ഡം അത്ര ദൈവം കൊടുത്തതാ, എല്ലാത്തിനെയും പറ്റിയിട്ടുള്ള. ഈ വാസ് ആൻ എൻസൈക്ലോപീഡിയ, ഒരു യൂണിവേഴ്സിറ്റി പോലെയായിരുന്നു സോളമൻ. അങ്ങനെ സോളമൻ ഏറ്റവും ശ്രേഷ്ഠമായി വാഴുകൊണ്ടിരിക്കുമ്പോൾ 11-ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ നമ്മൾ വലിയ ഒരു ഫോളി കാണുന്നുണ്ട്. സോളമൻ്റെ ലൈഫിലെ ഇസ്രായേൽ ജനത്തിൻ്റെ, പിന്നീടുള്ള ഇസ്രായേൽ രാജാക്കന്മാരുടെ എല്ലാവരുടെയും ജീവിതം കാർന്നു തിന്നുന്ന ഒരു വലിയ തിന്മ അവിടെ സോളമൻ പ്രവർത്തിക്കുന്നു. അതെന്താണ്? 11-ാമത്തെ അധ്യായം എത്തുമ്പോൾ നമ്മൾ സോളമൻ്റെ അധപ്പതനം നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? 1 മുതലുള്ള വചനങ്ങൾ, സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു. ഫറവോയുടെ മകളെയും മൊവാബ്യർ, അമോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നീ അന്യവംശത്തിൽപ്പെട്ട സ്ത്രീകളെയും ഭാര്യമാരാക്കി സ്വീകരിച്ചു. നിങ്ങൾ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. അവർ നിങ്ങളുമായും അവർ നിങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയും എന്ന് അവരെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നു. സോളമനാകട്ടെ അവരെ ഗാഢമായി പ്രേമിച്ചു. അവന് രാജ്ഞിസ്ഥാനമുള്ള 700 ഭാര്യമാരും 300 ഉപനാരികളും ഉണ്ടായിരുന്നു. അവർ അവൻ്റെ ഹൃദയം വ്യതിചലിപ്പിച്ചു. എന്നിട്ട് പറയുകയാണ്, സോളമന് വാർദ്ധക്യമായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു. പിതാവായ ദാവീദ് ദൈവമായ കർത്താവിനോട് വിശ്വസ്തനായിരുന്നത് പോലെ അവൻ അവിടുത്തോട് പരിപൂർണ വിശ്വസ്തത പാലിച്ചില്ല. സോളമൻ സീദോന്യരുടെ ദേവിയായ അസ്താർത്തേയും അമോര്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനെയും ആരാധിച്ചു. അങ്ങനെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ അനിഷ്ടം പ്രവർത്തിച്ചു. അവൻ ജെറൂസലേമിന് കിഴക്കുള്ള മലയിൽ മൊവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ ഖേമോഷിനും അമോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മോളക്കിനും പൂജാഗിരികൾ നിർമ്മിച്ചു. തങ്ങളുടെ ദേവന്മാർക്ക് ധൂപാർച്ചന നടത്തുകയും ബലി സമർപ്പിക്കുകയും ചെയ്തിരുന്ന എല്ലാ വിജാതീയ ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു. സോ സോളമൻ ഡസ് ദ മോസ്റ്റ് വിക്കഡ് തിങ് ഇമാജിനബിൾ. എന്താ ചെയ്തത്? ദൈവം പറഞ്ഞിരുന്നു, നിങ്ങൾ വേറെ രാജ്യക്കാർ, വേറെ ജാതിയിലുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കരുത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വിജാതീയർ അവരുടെ ദേവന്മാരെയും ദേവന്മാരെ ആരാധിക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ വ്യതിചലിപ്പിക്കുമെന്ന് കർത്താവ് ഒരു മുന്നറിയിപ്പ് കൊടുത്തതാണ്. അത് ഗോഡ് വാണ്ട്സ് സോളമൻ മോർ ദാൻ വൺസ്. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ. എന്നിട്ട് പക്ഷേ സോളമൻ എന്ത് ചെയ്യും? സോളമൻ ഈ കുറേ വിജാതീയ ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എല്ലാ ജാതിയിൽപ്പെട്ട മൊവാബ്യർ, ഹിത്യർ, അങ്ങനെ ഒത്തിരി പേര്, അവരുടെ എല്ലാം ദേവന്മാരെയും ദൈവന്മാരെയും, അവർക്ക് മൊളോക്കിനൊക്കെ പറയുന്നത് ചൈൽഡ് സാക്രിഫൈസൊക്കെ ചെയ്യുന്ന ഒരു മ്ലേച്ഛ വിഗ്രഹം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനെല്ലാം സോളമൻ എന്ത് ചെയ്തു? തൻ്റെ രാജ്യത്തിൽ പല സ്ഥലങ്ങളിലും അതിനുള്ള പ്രതിഷ്ഠകളൊക്കെ അനുവദിച്ചു. അങ്ങനെ ഹി കമ്മിറ്റഡ് ദ ബിഗ് സിൻ. അപ്പം ദൈവത്തിന് വലിയ വേദനയായി. അങ്ങനെ സോളമനിൽ നിന്ന് ഈ രാജ്യത്വം ദൈവം എടുത്തു മാറ്റുമെന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് പറയും? അപ്പം ഇവിടെ എത്തുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദ പ്രോമിസ് ഗിവൺ ടു ഏബ്രഹാം. അബ്രാഹത്തിന് ദൈവം ഒരു പ്രോമിസ് കൊടുത്തത് എന്തായിരുന്നു?
I will give you a land, kingdoms and dynasties will come from you, and you will become a worldwide blessing. അബ്രാഹത്തിന് കൊടുത്ത പ്രോമിസ് ഇവിടെ ഓൾമോസ്റ്റ് ഫുൾഫിൽ ചെയ്യപ്പെടുകയാണ്. ഒരു ലാൻഡ് എന്ന് പറയുന്നത് ദ പ്രോമിസ് ലാൻഡ് ഇസ് ഫുള്ളി ദേഴ്സ്. സോളമൻ ആകുമ്പോഴത്തേക്കും ആ ഇസ്രായേൽ ജനം മുഴുവനും, കാനാൻ ദേശം മുഴുവനും അവർ സ്വന്തമാക്കി. ആൻഡ് സോളമൻ ഈസ് ദ എംപയർ. അത് ഒന്ന്. രണ്ടാമത് ദ കിങ്ഡം. ദൈവം പറഞ്ഞു നിന്നിൽ നിന്ന് രാജാക്കന്മാരും രാജ്യത്വങ്ങളും ഉണ്ടാകും. ആൻഡ് സോളമൻസ് കിങ്ഡം. അപ്പോഴത്തേക്കും ഇതെന്തായി? ദൈവം പറഞ്ഞ ദ കവനൻറ്റ് വിത്ത് വൺ ഹോളി, ഇറ്റ് ബിക്കംസ് വൺ ഹോളി കിങ്ഡം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വൺ ഹോളി കപ്പിൾ, വൺ ഹോളി ഫാമിലി, വൺ ഹോളി ട്രൈബ്, one holy nation, and by the time it becomes David and Solomon, it becomes one holy kingdom. ദൈവത്തിൻ്റെ ആ പ്രോമിസ് എബ്രാഹത്തിന് കൊടുത്തത് ഇവിടെ ഫുൾഫിൽ ചെയ്യപ്പെടുകയാണ്. പിന്നീട് ജീസസിലേക്ക് വരുമ്പം അതിൻ്റെ ഫുൾഫിൽമെൻറ്റ് നമ്മൾ മുഴുവനായിട്ട് വേൾഡ് വൈഡ് ബ്ലെസ്സിങ് ആയിട്ട് നമ്മൾ വരുന്നത് ജീസസിലെത്തുമ്പോൾ കാണും. അങ്ങനെ ഗോഡിൻ്റെ പ്രോമിസസും കവനൻസും ഇവിടെ ഫുൾഫിൽ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അത് സോളമനിലെത്തുമ്പോൾ അത് ഫുൾഫിൽ ചെയ്യാണ്. പക്ഷേ ഫ്രം ദെൻ ഓൺവേർഡ്സ് ഇറ്റ് ഈസ് എ ഡൗൺ സ്ലൈഡ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കാണും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോളമൻ അന്യ ജാതിയിലുള്ള സ്ത്രീകളെ വിവാഹം ചെയ്തതിന് ശേഷം പിന്നെ താഴോട്ട് പോവുകയാണ്. താഴോട്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡൗൺ സ്ലൈഡ്. ഒരു ഭയങ്കര ഒരു പെയിൻഫുള്ളായിട്ടുള്ള ഒരു ഡൗൺ സ്ലൈഡാണ്. അപ്പോൾ തന്നെ ദൈവം എന്ത് ചെയ്യും? സോളമൻ്റെ കാലഘട്ടത്തിൽ തന്നെ സോളമൻ ദൈവത്തിനെതിരെ ഇങ്ങനെ ബാക്കിയുള്ള ദേവന്മാരെ ആരാധിക്കുന്ന വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളൊക്കെ സ്ഥാപിച്ചപ്പോൾ ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ട്, ജെറോബോവാം. അത് 11-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിങ്ങനെയാണ് വായിക്കുന്നത്: സോളമൻ്റെ ഭൃത്യനും സെരേദായിലെ എഫ്രാമ്യനുമായ നെബാത്തിൻ്റെ പുത്രനുമായ ജെറോബോവാം, അവൻ്റെ അമ്മ സെരുവ എന്ന വിധവയായിരുന്നു, രാജാവിനെതിരെ കരമുയർത്തി. അവൻ രാജാവിനെതിരായി പ്രവർത്തിക്കാൻ കാരണം ഇതാണ്: സോളമൻ പണിയുകയും തൻ്റെ പിതാവായ ദാവീദിൻ്റെ നഗരത്തിലുണ്ടായിരുന്ന അറ്റപ്പുഴകളുടെ പണികളും തീർത്തു. ജെറോബോവാം വളരെ കഴിവുള്ളവനായിരുന്നു. ഒരു ദിവസം ജെറോബോവാം ജെറൂസലേമിൽ നിന്ന് പുറത്തേക്ക് പോകവേ ശീലോന്യനായ അഹിയ പ്രവാചകൻ അവനെ കണ്ടുമുട്ടി. അഹിയ ഒരു പുതിയ അങ്കി ധരിച്ചിരുന്നു. ആ വെളിമ്പ്രദേശത്ത് അവർ ഇരുവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഹിയ തൻ ധരിച്ചിരുന്ന പുതിയ അങ്കിയെടുത്ത് 12 കഷ്ണങ്ങളായി കീറി അവൻ ജെറോബോവാമിനോട് പറഞ്ഞു: 10 കഷ്ണം നീ എടുത്തുകൊള്ളുക. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സോളമൻ്റെ കയ്യിൽ നിന്ന് രാജ്യമെടുത്ത് 10 ഗോത്രങ്ങൾ നിനക്ക് തരും. അപ്പോൾ ദൈവം സോളമനിൽ നിന്ന് 10 ഗോത്രങ്ങൾ, നമുക്കറിയാം ഇസ്രായേൽ ജനം 12 ട്രൈബ്സാണ്, അതിൽ 10 ഗോത്രങ്ങളെ എടുത്ത് ഈ ജെറോബോവാം എന്ന് പറയുന്ന ഒരാളുടെ കീഴിലാക്കി. ജെറോബോവാം വിൽ ബിക്കം ദ കിങ് ബിക്കോസ് ഓഫ് സോളമൻസ് ഫോളി. അത് ദൈവം ഒരു പ്രവാചകനിലൂടെ പറഞ്ഞ് അതൊരു സൈനോട് കൂടിയിട്ട് അവിടെ ദൈവം അത് വെളിപ്പെടുത്തി. പിന്നീട് നമ്മൾ കാണുമ്പോൾ 2 പേരുകൾ നിങ്ങൾ ഓർക്കണം. വൺ ഇസ് ജെറോബോവാം. അത് ഈ പറഞ്ഞ വ്യക്തിയാണ്. ഹി വിൽ ബിക്കം ദ കിങ് ഓഫ് വൺ പാർട്ട് ഓഫ് ഇസ്രായേൽ. സോളമൻ്റെ ഒരു മകനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് റെഹോബോവാം. അപ്പോൾ 2 പേരുകളാണ്, ജെറോബോവാം, റെഹോബോവാം. ഈ 2 പേരുകളാണ് ഇനി നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ കാണാൻ പോകുന്നത്. സോളമൻ ഇതിനെപ്പറ്റി അറിഞ്ഞു. അതായത് ഇങ്ങനെ ഒരു പ്രവചനം നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും സോളമൻ വിൽ സ്റ്റാർട്ട് ചേസിങ് ജെറോബോവാം. ജെറോബോവാം വിൽ ഫ്ലീ ടു ഈജിപ്റ്റ്. എന്നിട്ട് സോളമൻ എന്ത് ചെയ്യും? സോളമൻ്റെ മകനായ റെഹോബോവാമൻ അടുത്ത കിങ് ആയിട്ട് പ്രഖ്യാപിക്കും. സോ വെൻ സോളമൻ ഡൈസ്, റെഹോബോവാം വിൽ ബിക്കം ദ കിങ് ഓഫ് ഇസ്രായേൽ. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഉള്ളിൽ ഡിസ്കണ്ടൻ്റൊക്കെ തുടങ്ങി. സോളമൻ്റെ കാലം എത്തുമ്പോഴത്തേക്കും വാർസ് എല്ലാം നിന്നു, എല്ലാ യുദ്ധങ്ങളൊക്കെ നിർത്തി പീസ്ഫുൾ ആയിട്ടുള്ളൊരു ടൈമാണ്. പക്ഷേ സോളമൻ ഈസ് എ ഗ്രേറ്റ് എൻ്റർപ്രണർ, എല്ലാം ബിൽഡറാണ്. നമുക്കറിയാം ഏറ്റവും വലിയ ബിൽഡിങ്, ടെമ്പിൾ ബിൽഡ് ചെയ്യുന്നു, എല്ലാ സിസ്റ്റംസും കൊണ്ടുവരുമ്പോൾ ഈ ജനത്തിന് മേളിലാണ് ഈ ടാക്സുകളൊക്കെ, അതിൻ്റെ മേളിൽ അവരെ മേളിൽ വലിയ ടാക്സുകൾ ചുമത്തുമായിരുന്നു. അപ്പം ഈ പറഞ്ഞ ജനം, പീപ്പിൾ ഓഫ് ഇസ്രായേൽ ബിക്കെയിം ഡിസ്കണ്ടൻറ്റ്. കാരണം അവരുടെ മേളിൽ ഇങ്ങനെ രാജാവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും ടാക്സ് അവരുടെ മേളിൽ കൂടി വന്ന് അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായപ്പോൾ ദേ സ്റ്റാർട്ടഡ് റിവോൾട്ടിങ് എഗെയിൻസ്റ്റ് റെഹോബോവാം. സോളമൻ ആയിരുന്ന സമയത്ത് സോളമൻ ഇച്ചിരി സ്ട്രോങ് ആയിരുന്നു. ഹി ഹാഡ് ദ പവർ ആൻഡ് വിൽ ആൻഡ് ദി കപ്പാസിറ്റി ടു ഹോൾഡ് ഇറ്റ് ഓൾ ടുഗെദർ. ബട്ട് ആഫ്റ്റർ ഹിസ് ഡെത്ത് റെഹോബോവാം വരുമ്പോഴത്തേക്കും ആൾക്കാർ മുഴുവനും ഡിസ്കണ്ടൻ്റായി. ദേ സ്റ്റാർട്ടഡ് ഇങ്ങനെ പിറുപിറുക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി. അവരൊരു ദിവസം ഈ റെഹോബോവാമിൻ്റെ സന്നിധിയിൽ വന്നിട്ട് പറയും, നിങ്ങളിങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ടാക്സുകൾ അധികമായി തന്നാൽ ഞങ്ങൾക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റില്ല, ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുത്തരുതെന്ന് പറയുമ്പം റെഹോബോവാം ഒരു ഒപ്പീനിയൻ ചോദിക്കും. നോർമലായി ചോദിക്കുന്ന കോർട്ടിലുള്ള ആൾക്കാർ വൈസ് മെൻ അല്ലാതെ ആ റെഹോബോവാമിൻ്റെ കുറേ കമ്പനിയുള്ള കുറേ യങ്സ്റ്റേഴ്സിനോട് ചോദിക്കും,
ഇവരിങ്ങനെ പറയുന്നില്ല എന്ത് ചെയ്യണമെന്ന് പറയുമ്പം അവരുടെ ഉപദേശപ്രകാരം ഹി വിൽ ഡബിൾ ദ ടാക്സസ്. അപ്പം എന്ത് സംഭവിക്കും? ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ഇസ്രായേൽ വിൽ സ്റ്റാർട്ട്. അവിടെ തൊട്ടിട്ട് നമുക്കറിയാം താഴോട്ടുള്ള ഭയങ്കര ഒരു ഡൗൺ സ്ലൈഡാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, ഈ പറയുന്ന റെഹോബോവാം ഈ ഇസ്രായേൽ ജനത്തിൻ്റെ മേളിൽ ചെറുക്കുന്ന ടാക്സ് കാരണം ഇസ്രായേൽ പീപ്പിൾ വിൽ സ്റ്റാർട്ട് റിവോൾട്ടിങ് എഗൻസ്റ്റ് ഹിം. ഈ സമയത്ത് എന്ത് ചെയ്യും? ജെറോബോവാം ഈജിപ്തിലേക്ക് ഒളിച്ചോടിയിരുന്ന, സോളമൻ്റെ സമയത്ത് ഒളിച്ചോടിയിരുന്ന ജെറോബോവാം വിൽ കം ബാക്ക് ടു ഇസ്രായേൽ ആൻഡ് പീപ്പിൾ വിൽ സ്റ്റാർട്ട് ബാക്കിങ് ഹിം. അപ്പോൾ നേരത്തെ ഒരു പ്രവചനമുണ്ട്, 10 ഗോത്രങ്ങൾ നിനക്ക് കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം ഹീ വിൽ സ്റ്റാർട്ട് എ റിവോൾട്ട് ആൻഡ് ദ കിങ്ഡം വിൽ ഗെറ്റ് ഡിവൈഡഡ്. ഇവിടെയാണ് നമ്മൾ ദ ഡിവൈഡഡ് കിങ്ഡം, അത്രയും ശ്രേഷ്ഠമായി ദാവീദും സോളമനും പടുത്തുയർത്തിയിരുന്ന ഇസ്രായേൽ വിഭജിക്കപ്പെടുകയാണ്. അവിടെ 2 പാർട്ടായിട്ടാണ് ഇസ്രായേൽ വിഭജിക്കപ്പെടുന്നത്. ഇറ്റ് വിൽ ബിക്കം എ നോർത്തേൺ കിങ്ഡം അണ്ടർ ജെറോബോവാം ആൻഡ് എ സദേൺ കിങ്ഡം അണ്ടർ റെഹോബോവാം. ഈ നോർത്തേൺ കിങ്ഡത്തിലേക്ക് 10 ഗോത്രങ്ങൾ ചേർക്കപ്പെടും. നമുക്കറിയാം ഇസ്രായേലിലെ 10 ഗോത്രങ്ങൾ. താഴെയുള്ള സദേൺ കിങ്ഡത്തിൽ 2 ഗോത്രങ്ങൾ, അതിലാണ് ജൂഡ ആൻഡ് ബെഞ്ചമിൻ. ഇത് രണ്ടും മാത്രമാണ് താഴത്തെ സദേൺ കിങ്ഡത്തിൽ നിൽക്കുക. ബാക്കി എല്ലാം നോർത്തേൺ കിങ്ഡത്തിലേക്ക് പോകും. എന്നിട്ട് നോർത്തേൺ കിങ്ഡത്തിനെയാണ് പിന്നീട് നമ്മൾ ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ക്യാപിറ്റൽ ഇറ്റ് വിൽ ബി സമരിയ. നിങ്ങൾ കേട്ടിട്ടില്ലേ സമരിയ? അത് ഇസ്രായേലിൻ്റെ നോർത്തേൺ കിങ്ഡത്തിൻ്റെ ക്യാപിറ്റലായിട്ട് വരും. സദേൺ കിങ്ഡം വിൽ ബി നോൺ ആസ് ജൂഡ ആൻഡ് ദ ക്യാപിറ്റൽ വിൽ ബി ജെറൂസലേം. അപ്പം ഈ 2 സത്യങ്ങൾ, ഈ ഒരു വിഭജനം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ പലപ്പോഴും, എസ്പെഷ്യലി നിങ്ങൾ ഈ പ്രോഫറ്റ്സിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഈ പേരുകൾ ഇങ്ങനെ മാറി മാറി പറയുന്നത് കേൾക്കാം അല്ലേ? ഇസ്രായേലിൽ ഞാനിങ്ങനെ പ്രവചിച്ചു, ഇസ്രായേലിലെ രാജാവായ ഇയാൾ ഇത്ര വർഷം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സംഭവം സംഭവിച്ചു. കുറച്ച് കഴിയുമ്പോൾ പറയും യൂദ രാജ്യത്തിൽ. അപ്പോൾ നമുക്ക് വലിയ കൺഫ്യൂഷനാണ്. അതായത് ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് ആ പിക്ചർ മനസ്സിലാകും. അതായത് ദ നോർത്തേൺ കിങ്ഡം ഇസ് നോൺ ആസ് ഇസ്രായേൽ ആൻഡ് ദ സദേൺ കിങ്ഡം ഇസ് നോൺ ആസ് ജൂഡ. ഇത് രണ്ടും 2 സെറ്റ് ഓഫ് കിങ്സ് ആണ് ഭരിച്ചിരുന്നത്. വൺ വിൽ ബി ദി ഫോളോവേഴ്സ് ഓഫ് ജെറോബോവാം ആൻഡ് ദ അതർ വൺ വിൽ ബി ദ ഫോളോവേഴ്സ് ഓഫ് റെഹോബോവാം. ഇതാണ് ശരിക്കുമുള്ള സോളമൻ്റെ സീഡ് ലൈൻ എന്ന് പറയുന്നത് ഈ റെഹോബോവാമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വിൽ സി ആസ് ടൈം ഗോസ് ബൈ ഇവിടെ വലിയ തിന്മകളുടെ സ്വാധീനം വരും. അങ്ങനെ 2 കിങ്ഡം ആയി കഴിഞ്ഞ ശേഷം ജെറോബോവാം ഹൂ ഇസ് ഇൻ ദ നോർത്ത്, അവനറിയാം ഈ സൗത്തിലാണ് സോളമൻ പണിത ടെമ്പിളും ജെറൂസലേമിലാണ് അതിൻ്റെ ക്യാപിറ്റലും. അപ്പം ജെറോബോവാം വൺ ഹി ബിക്കംസ് ദ കിങ്, അദ്ദേഹത്തിനൊരു സംശയം, ഈ ഇസ്രായേൽ ജനമെല്ലാം ആരാധിക്കാനായിട്ട് സൗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പം അവരെല്ലാം ആ ഒരു ഭാഗമായി തീരും. റെഹോബോവാമിൻ്റെ അടിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അവർ പിന്നെയും തിരിച്ച് അങ്ങോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പം ഹി വിൽ കമ്മിറ്റ് എ ബിഗ് ഫോളി. എന്ത് ചെയ്യുന്നറിയോ? ആൾക്കാരെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് നോർത്തിൽ അദ്ദേഹം 2 പുതിയ ടെമ്പിൾസ് സ്ഥാപിക്കും. ദ ബിഗസ്റ്റ് ഫോളി ആൻഡ് ദ ഐഡൽ വർഷിപ്പ് ഓഫ് ഇസ്രായേൽ വിൽ സ്റ്റാർട്ട് വൺസ് അഗെയിൻ ഫ്രം ഹിയർ. 1 രാജാക്കന്മാർ 12:27 മുതലുള്ള വചനങ്ങൾ നമ്മളിങ്ങനെ വായിക്കും. ആ ജെറോബോവാമൻ പറയുന്നതാണ്, ഈ ജനം ജെറൂസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിൽ ബലിയർപ്പിക്കാൻ പോയാൽ യൂദയ രാജാവായ റെഹോബോവാമിൻ്റെ നേർക്ക് അവരുടെ മനസ്സ് തിരിയുകയും അവർ എന്നെ വധിച്ചതിന് ശേഷം അവനെ അനുഗമിക്കുകയും ചെയ്യും. അതിനാൽ രാജാവ് ഒരു ഉപായം കണ്ടുപിടിച്ചു. സ്വർണം കൊണ്ട് 2 കാളക്കുട്ടികളെ നിർമ്മിച്ച് അവൻ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ജെറൂസലേമിലേക്ക് പോകണ്ട, ഇസ്രായേൽ ജനമേ, ഇതാ ഈജിപ്തിൽ നിന്നു നിങ്ങളെ മോചിപ്പിച്ച ദേവന്മാർ. അവൻ അവയിൽ ഒന്നിനെ ബഥേലിലും ഒന്നിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. ഇത് പാപമായി തീർന്നു. ബഥേലിലെയും ദാനിലെയും പ്രതിഷ്ഠകളുടെ അടുത്തേക്ക് ജനം പോയിക്കൊണ്ടേയിരുന്നു. നോക്കിക്കേ, അവൻ എന്തിനെ പ്രതിഷ്ഠിച്ചു? അവിടെ അവൻ സ്വർണം കൊണ്ട് 2 കാളക്കുട്ടികളെ നിർമ്മിച്ചു. ഇതിനു മുമ്പ് നമ്മൾ എവിടെയാണ് കണ്ടിട്ടുള്ളത് സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയെ? യെസ്, ഇറ്റ് ഈസ് ഇൻ ദ ബുക്ക് ഓഫ് എക്സോഡസ് അല്ലേ? മോശ 10 കൽപ്പന സ്വീകരിക്കാൻ ശിലാമലയിലേക്ക് പോയപ്പം താഴെ ഉണ്ടായിരുന്ന ഇസ്രായേൽ ജനം അഹറോനെ നിർബന്ധിച്ചിട്ട് സ്വർണം കൊണ്ടുള്ള ഒരു കാളക്കുട്ടി ഉണ്ടാക്കി. ഇവിടെ എത്തിയപ്പോൾ എന്തായി? ഇസ്രായേലിൻ്റെ രാജാവായി ദൈവം നിയമിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യം കാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 2 കാളക്കുട്ടികളെ നിർമ്മിച്ചിട്ട് ഒന്നിനെ ബഥേലിലും, ദാറ്റ് ഈസ് ഇൻ ദ നോർത്തേൺ എൻഡ്, ഒന്നിനെ ദാനിലും അതിൻ്റെ മേളിൽ സ്ഥാപിച്ചിട്ട് പറഞ്ഞു, ആൾക്കാരോട് പറഞ്ഞു, ഈ ദൈവമാണ് നിങ്ങളെ ഇസ്രായേൽ ഈജിപ്തിൻ്റെ അടിമത്തിൽ പുറത്തു കൊണ്ടുവന്നത്, ഇവിടെ നിങ്ങൾ ആരാധിച്ചാൽ മതി എന്ന് പറയും. സി, ദ ഐഡൽ വർഷിപ്പ് സ്റ്റാർട്ട്സ് ദെയർ.
പിന്നീട് അങ്ങോട്ട് ദ ഹോൾ തിങ് ഡിസിൻറ്റഗ്രേറ്റ്സ്. ദൈവത്തിൻ്റെ എല്ലാ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവർ ദൈവത്തിനെതിരായിട്ട് ബോധപൂർവം ദേ സ്റ്റാർട്ടഡ് വർഷിപ്പിംഗ് ഐഡൽസ്. അവിടെ തൊട്ട് നമ്മൾ താഴോട്ട് കാണും ഈ എല്ലാ സംഗതികളും പൊളിയുകയാണ്. പിന്നെ ജെറോബോവാമിൻ്റെ മകനായിട്ട് പിന്നീട് വരുന്ന കുറേ ഒരു സീരീസ് ഓഫ് കിങ്സ് ഉണ്ട്. അവരെല്ലാവരും 1-2 വർഷം 4 വർഷം എത്തുമ്പോഴത്തേക്കും വേറെ ആരെങ്കിലും വന്ന് കൊന്ന് കുറേ പേരുണ്ട്. അങ്ങനെ ബാഷായുണ്ട്, ജെറോബോവാം, അത് കഴിഞ്ഞിട്ട് ഓമ്രി വരും, പിന്നെ ആഹാബ് വരും. അങ്ങനെ എല്ലാം പറഞ്ഞ പോലെ ഈ ഐഡൽ വർഷിപ്സും ബാക്കിയുള്ള സംഗതി. നോർത്തേൺ കിങ്ഡം എന്ന് പറയുന്നത് മുഴുവനും ഐഡൽ വർഷിപ്പിലേക്ക് പോകും. നമ്മൾ സദേൺ കിങ്ഡത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണും ദെയർ ഓൾസോ ദ സിസ്റ്റം ഈസ് നോട്ട് മച്ച് ഡിഫറെൻറ്റ്. അവരും ഈ പറയുന്ന 1, 2, 3 രാജാക്കന്മാർ മാത്രമേ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ളതുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ഈ ഐഡൽ വർഷിപ്പ് ചെയ്ത് ഈ സിസ്റ്റം മുഴുവനും ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്ത ആ വൺ ഹോളി കിങ്ഡം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്നതാണ് നമ്മൾ ഈ രാജാക്കന്മാരുടെ 1-2 പുസ്തകത്തിൽ നമ്മൾ കാണുക. അപ്പോൾ ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ പറയുമ്പോൾ ഇവിടെ 17-ാമത്തെ അധ്യായത്തിലേക്കൊക്കെ എത്തുമ്പം ദൈവം എന്ത് ചെയ്യും? ഈ രാജാക്കന്മാർ ഇങ്ങനെ വേവേർഡായിട്ട് പോകുമ്പം ഗോഡ് വിൽ സെൻഡ് പ്രോഫറ്റ്സ്. ഈ ബൈബിളിൽ കാണുന്ന ഒരു നല്ല ശതമാനം പ്രോഫറ്റ്സ് നമ്മൾ കാണുന്നത് ഈ ഇസ്രായേലിൻ്റെ ഈ രാജാക്കന്മാരുടെ ഭരണകാലത്താണ്. കാരണം അവർ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് എതിരായി പോകുമ്പം ഗോഡ് വിൽ സെൻഡ് പ്രോഫറ്റ്സ് അറ്റ് ഈച്ച് ടൈം, വാർണിംഗ് ദം, ഗിവിങ് ദം ഇൻസ്ട്രക്ഷൻസ്, റിമൈൻഡിങ് ദം അബൌട്ട് ഗോഡ്സ് കവനൻറ്റ്. പക്ഷേ ഈ രാജാക്കന്മാരൊക്കെ വേറെ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് 17-ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഏലിയ പ്രവാചകനെ കാണുന്നത്, അല്ലേ? ഇവിടെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഏലിയ പ്രവാചകൻ എന്നൊക്കെ ഇങ്ങനെ കഥ കേൾക്കുമ്പോൾ ദിസ് ഈസ് ദ പ്ലേസ് വെയർ എലൈജ കംസ് ഇൻ. എന്തിനാണ് ഏലിയാനെ ദൈവം വിടുന്നത്? എന്തിനാണ്? ഹി വിൽ പ്രോഫസൈ. ഇവിടെയുള്ള രാജാക്കന്മാരോട് പറയും ഏലിയാസ് എ വെരി പവർഫുൾ പ്രോഫറ്റ്. ഏലിയ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലിയയുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഏലിയ പ്രാർത്ഥിക്കുമ്പം ആകാശം അടയ്ക്കപ്പെടുന്നു, അവിടെ വലിയ ഫാമിൻ ഉണ്ടാകുന്നു 3 വർഷത്തേക്ക്. പിന്നീട് ഏലിയ പ്രാർത്ഥിക്കുമ്പം മഴ പെയ്യുന്നു. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എൻകൗണ്ടർ നമ്മൾ കാണുന്നതാണ് ഈ സമയത്ത് ആഹാബ് രാജാവിൻ്റെ ഭാര്യയായിട്ടുള്ളൊരു ജെസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീനെ നമ്മളവിടെ കാണും. ആ സ്ത്രീ ഇസ് ദ മോസ്റ്റ് വിക്കഡ് വുമൺ ആൻഡ് ഷീ വിൽ ബ്രിങ് ഇൻ ഓൾ ദി പേഗൻ ഗോഡ്സ് ഇൻ ടു ജെറൂസലേം. അവരെ ഈ ജെറൂസലേമിൻ്റെ അടുത്ത് ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ച് അവരെ ആരാധിക്കുവാനുള്ള എല്ലാ പ്രതിഷ്ഠകളൊക്കെ ചെയ്ത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസറയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാലിനെയാണ് അവരുടെ ദേവനായിട്ട് അവർ കൺസിഡർ ചെയ്യുകയും ബാലിൻ്റെ എല്ലാ പ്രതിമകൾ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് അവർ സ്ഥാപിച്ച് അതിനെ ജനത്തിനോട് വർഷിപ്പ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഏലിയ വരുന്നത്. ഏലിയ വന്നിട്ട് ഹി വിൽ ചാലഞ്ച് ഡയറക്ട്ലി കോൺഫ്രണ്ട് ജെസബേൽ ആൻഡ് ദ പ്രീസ്റ്റ് ഓഫ് ബാൽ. എന്നിട്ട് നമുക്കറിയാവുന്ന ആ ഫേമസ് ആയിട്ടുള്ള ആ ഒരു എൻകൗണ്ടർ, അല്ലേ? എവിടെയാണ്? മൗണ്ട് കാർമലിൽ വെച്ചിട്ട് ഏലിയ വിൽ ചാലഞ്ച് ദി പ്രോഫറ്റ്സ് ഓഫ് ബാൽ. അത് 18-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കൂടുതലായിട്ട് വി ആർ ഗോയിങ് ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ദി പ്രോഫറ്റ്സ് ബിക്കോസ് ഓൾ ദ കിങ്സ് ആർ ഗോയിങ് വേവേർഡ്. രാജാക്കന്മാരെല്ലാം ദൈവത്തിനെതിരെ ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ നിന്ന് മാറി തോന്നിവാസം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം വിടുന്ന പ്രോഫറ്റ്സിനെയാണ് നമ്മൾ കൂടുതൽ ഇവിടെ കാണാൻ പോകുന്നത്. അപ്പം ഏലിയ വന്ന് മൗണ്ട് കാർമലിൽ വെച്ചിട്ടുള്ള ആ ബിഗ് എൻകൗണ്ടർ, അല്ലേ? ബാലിൻ്റെ 400-ൽ പരം പുരോഹിതന്മാർ അവിടെ വന്ന് പ്രാർത്ഥിക്കും. ഏലിയ വിൽ പുട്ട് എ ബിഗ് ചാലഞ്ച് ടു ദം. നിങ്ങളും പ്രാർത്ഥിക്കണം, ഞാനിവിടെ ഒരു ബലിപീഠം പണിയും, അതിൻ്റെ മേളിൽ നമ്മൾ ഇത് വെച്ചിട്ട് ആരുടെ ബലിയാണോ ദൈവം സ്വീകരിക്കുന്ന അടയാളമായിട്ട് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഈ ബലി ആര് പ്രാർത്ഥിക്കുമ്പോൾ സ്വീകരിക്കുന്നു അവരുടെ ദൈവമായിരിക്കും ദ റിയൽ ഗോഡ് എന്ന് പറഞ്ഞിട്ട് ആ ചാലഞ്ച് ചെയ്യും. ബാലിൻ്റെ പുരോഹിതർ ആദ്യമേ കുറേ പ്രാർത്ഥിക്കും, അവർ ഉച്ചവരെ പ്രാർത്ഥിക്കും, ഒത്തിരി ഒച്ചയെടുത്ത് പ്രാർത്ഥിക്കും, അവരെ തന്നെയൊക്കെ മുറിവേൽപ്പിച്ച് പ്രാർത്ഥിക്കും, അവിടെ ഒത്തിരി ബഹളമൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഒന്നും സംഭവിക്കില്ല. ദെൻ ഏലിയ പ്രവാചകൻ കംസ് ഇൻ ടു ദ പിക്ചർ. എന്നിട്ട് ഹി വിൽ പ്രേ ഗോഡ് ഓഫ് ഇസ്രായേൽ. ആ ഏലിയയുടെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അത് നമ്മൾ കാണുന്നത് എവിടെയാണ്? 18-ാമത്തെ അധ്യായം 37-ാമത്തെ വചനത്തിൽ ഏലിയയുടെ പ്രാർത്ഥന. ഏലിയ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നുവെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. ഏലിയ അവരോട് പറഞ്ഞു, ബാലിൻ്റെ പ്രവാചകന്മാരെ പിടിക്കുവാനും ഒരുവനും രക്ഷപ്പെടരുത്. ജനം അവരെ പിടിച്ചു, അവരെ താഴെ കിഷോർ അരുവിക്ക് സമീപം കൊണ്ടുപോയി വധിച്ചു. അപ്പം ബാൽ അവിടെ വെച്ച് എക്സ്റ്റർമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. You go first. There are many of you.
gives us life. Come down, O Baal, and light a fire upon this altar as a sign of power of war. We come before you on this mountaintop, O Baal. You are great, and we are your humble servants. Come down and light the fire. I would have thought something would have happened by now. Hey, louder! Baal must be a god! Maybe he's daydreaming! Using the toilet! Or traveling somewhere! Or maybe he's asleep! And you have to wake him up! Fill 4 large jars with water. Do the same thing again. Now do it a 3rd time. O Lord, prove that I have done all this at your command, O Lord. Answer me. Answer me so these people will know that you, O Lord, are God, and that you have brought them back to yourself. അപ്പോൾ ഇതൊക്കെ ആഹാബ് രാജാവിൻ്റെ സമയത്താണ് ഇത് ചെയ്യുന്നത്. പക്ഷേ എന്ത് പറ്റുന്നു? ആഹാബ് ആഫ്റ്റർ സം ടൈം ഹി വിൽ അഗെയിൻ ഗോ ബാക്ക് ടു ഹിസ് ഓൾഡ് വേസ്. അപ്പം ഭാര്യ പറയുന്ന കാര്യം കേട്ട് വീണ്ടും ആഹാബ് അങ്ങനെ സ്വന്തം കാര്യം നോക്കി പോവുകയാണ്. ഇവിടെ തൊട്ട് നമ്മൾ കാണുകയാണ് ദ നോർത്തേൺ കിങ്ഡം ആൻഡ് ദ സദേൺ കിങ്ഡം ആർ ഓൾവേസ് അറ്റ് വാർ. ഓക്കെ, ഇവർ തമ്മിലുള്ള ഈ വാറ് പലപ്പോഴും ഇറ്റ് ബിക്കംസ് ഇൻ ടു എൻ ഓപ്പൺ വാർ. അല്ലാത്തപ്പം അവരിങ്ങനെ അവർക്കെതിരെയുള്ള സംഗതികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 20-ാമത്തെ അധ്യായത്തിൽ 1 രാജാക്കന്മാർ 20-ലേക്ക് എത്തുമ്പം നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ഈസ് അറ്റാക്ഡ് ബൈ സിറിയ. അപ്പം ദൈവം പ്രവാചകന്മാരിലൂടെയൊക്കെ പ്രവചിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിലൊക്കെ ഓരോ ഈ നോർത്തേൺ കിങ്ഡത്തിലെ പ്രവാചകന്മാരായിട്ട് നമ്മൾ കാണുന്നത് 3-4 പേരുണ്ട്. അതിലാണ് ഏലിയ, എലൈജ, എലീഷ. പിന്നെ നമ്മൾ കാണുന്നത് മേജർ പ്രോഫിറ്റ്സ് ആയിട്ട് നമ്മൾ കാണുന്നത് ഹോസിയ. പിന്നെ നമ്മൾ ആരെയാണ് കാണുന്നത്? ജോന. ഇവരൊക്കെ നോർത്തേൺ കിങ്ഡത്തിലെ രാജാക്കന്മാർ, ഇസ്രായേൽ രാജാക്കന്മാർ ഭരിച്ചിരുന്നപ്പം ദൈവം അയച്ച പ്രവാചകന്മാരാണ്. സദേൺ കിങ്ഡത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്ന പ്രോഫിറ്റ്സാണ് യെശയ്യ, ജെറമിയ, അങ്ങനെയുള്ളവർ. പിന്നെ എക്സൈലിലേക്ക് പോകുമ്പം ഡാനിയേലും എസെക്കിയേലൊക്കെ വരും. അത് പിന്നീട് വരുന്നതാണ്. അപ്പം ഈ മേജർ പ്രോഫിറ്റ്സ്, ഈ ബൈബിളിലെ പ്രോഫിറ്റ്സ് എല്ലാം വരുന്ന സമയമെന്ന് പറയുന്നത് ഈ രാജാക്കന്മാരുടെ ഭരണകാലത്താണ്. എന്താണ് കാരണം? രാജാക്കന്മാരെല്ലാം തിന്മ ചെയ്ത് ദൈവത്തിനെതിരെ പോകുമ്പോൾ ദൈവം അവരെ വാൺ ചെയ്യാനും അവരെ കറക്റ്റ് ചെയ്യാനും ഇസ്രായേൽ ജനത്തിനൊരു പ്രത്യാശ നൽകുവാനും വേണ്ടിയിട്ടാണ് ഇവരെ വിടുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ മുമ്പോട്ട് വരുമ്പം നമ്മൾ കാണുന്നുണ്ട് ഏലിയായുടെ കാലഘട്ടത്തിന് ശേഷം എലീഷ വരുന്നു. എലീഷ ഈസ് ഓൾസോ വെരി പവർഫുൾ പ്രോഫറ്റ്. ഹീ ഡസ് മെരി മിറക്കിൾസ്. ഒത്തിരി മിറക്കിൾസൊക്കെ നമ്മൾ കാണുന്നില്ലേ? എലീഷയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ
ഒരു വിധവയുടെ എണ്ണ തീർന്നു പോകുന്നു. അതൊക്കെ എലീഷ അതൊക്കെ അവിടെ ഒരു മിറാക്കിൾ പ്രവർത്തിക്കുന്നു. പിന്നെ ശൂനേൻകാരിയുടെ മകനെ ഉയർപ്പിക്കുന്നു. എലീഷ മരിച്ചുപോയ ഒരു ബാലനെ ഉയർപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഈശോ ചെയ്ത മിറാക്കിൾസിന് തുല്യമായ മിറാക്കിൾസാണ്. അതുമാത്രമല്ല, എലീഷ ഈ ഇസ്രായേൽ രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിമീസ് അറ്റാക്ക് ചെയ്യാൻ വരുമ്പം അവരുടെ മൂവ്സൊക്കെ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യും. അപ്പം ഇസ്രായേലിൻ്റെ രാജാവിന് അതൊക്കെ ഭയങ്കര ബെനിഫിഷ്യലായിട്ട് തരും. അപ്പം എലീഷയുടെ സമയത്തൊക്കെ ഭയങ്കര പവർഫുള്ളായിട്ട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നീട് നമ്മൾ 2 രാജാക്കന്മാർ ഇതിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ജെസബെലിൻ്റെ അന്ത്യമൊക്കെ നമ്മൾ കാണുന്നു. പിന്നീട് നമ്മൾ ഇസ്രായേലിലെ ഒരു രാജാവ് വരും, യേഹു എന്ന് പറയുന്ന ഒരു രാജാവ് വന്നിട്ട് ഹി വിൽ എക്സ്റ്റർമിനേറ്റ് ഓൾ ഓഫ് ജൂഡ, താഴെയുള്ള യൂദായുടെ കിങ്ഡത്തിലുള്ള എല്ലാ രാജകുമാരന്മാരെല്ലാവരെയും കൊല്ലും. നമ്മൾ താഴോട്ട് വരുമ്പോൾ നമ്മൾ കാണും ഈ രാജപരമ്പരയിൽ ഒത്തിരി പേരുണ്ട്. അവരെല്ലാം ഈ പറയുന്ന ദ കിങ്ഡം ഓഫ് ഡേവിഡ് ആൻഡ് ഹിസ് പ്രോജനീസ് താഴോട്ട് വരുമ്പം അതിൽ കുറേ പേര് നമ്മൾ കാണും. പക്ഷേ അതിൽ മെജോറിറ്റിയും വേർ ഈവിൾ കിങ്സ്. നമ്മൾ കാണും മനാസെ എന്ന് പറയുന്ന ഒരു രാജാവ്, ഹി വാസ് ദ മോസ്റ്റ് ഈവിൾ. ഈ പറയുന്ന ഐഡൽ വേർഷിപ്പ് തിരിച്ചു കൊണ്ടുവരുന്നു, ഈ പിള്ളേരെ ബലിയർപ്പിക്കുന്നതൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന രാജാവ് ഇസ്രായേലിൻ്റെ രാജാവാണെന്ന് ആലോചിക്കണം. അത്രയും മ്ലേച്ഛതകൾ പ്രവർത്തിക്കും. അതിൽ ഒരു നല്ല രാജാവിനെ ആയിട്ട് നമ്മൾ കാണുന്നത് ഹീസ് നോൺ ആസ് ജോസിയ. ഈ പറയുന്ന വലിയൊരു ലോങ് ലിസ്റ്റ് ഓഫ് ബാഡ് കിങ്സിൽ നിന്ന് ജോസിയ വരുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും ഒരു റെപ്പറേഷനൊക്കെ നടക്കുന്നത്. ഈ പറയുന്ന ബാലിൻ്റെ പ്രതിഷ്ഠകളെയൊക്കെ ഉടച്ചു മാറ്റി ജെറൂസലമിനെ ഒന്ന് ശുദ്ധീകരിച്ച് അദ്ദേഹം വീണ്ടും ആ ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അശേര പ്രതിമകളെയൊക്കെ അവിടുന്ന് തുടച്ചു മാറ്റുന്നു. ജെറോബോവാമാണ് ആദ്യമേ 2 കാളക്കുട്ടികളെയൊക്കെ സ്ഥാപിച്ചത്. നമ്മൾ ഓർക്കുന്നില്ലേ? ആദ്യമേ നോർത്തേൺ കിങ്ഡത്തിലേക്ക് പോകുമ്പോൾ ആദ്യമേ ബെതേലിലും ഡാനിലും സ്ഥാപിച്ചിരുന്നതിനെയൊക്കെ എല്ലാം അവർ മാറ്റിക്കളയുന്നുണ്ട്. അങ്ങനെ ജോസിയയുടെ കാലഘട്ടത്തിൽ മാത്രമാണ് ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള ഒരു ഇസ്രായേൽ രാജാവിനെ അവിടെ കാണുന്നത്. പക്ഷേ പിന്നീട് ഒരു 2-3 ജനറേഷൻ കഴിഞ്ഞിട്ട് വരുന്ന സെദക്കിയ എന്ന് പറയുന്ന ഒരു രാജാവ് വരും, ഈ സെയിം ലൈനിൽ തന്നെ. അദ്ദേഹം എത്തുമ്പോഴത്തേക്ക് വീണ്ടും ദേ ആർ കമ്മിറ്റിംഗ് ദ സെയിം മിസ്റ്റേക്ക്. അവർ ബാക്കിയുള്ള ബാൽദേവന്മാരെയും അശേര പ്രതിഷ്ഠകളെയും വിജാതീയർ ചെയ്യുന്ന എല്ലാ പ്രാക്ടീസസും അവരുടെ ജീവിതത്തിൽ കൊണ്ട് ദേ വിൽ മെലൈൻ ദംസെൽഫ് കംപ്ലീറ്റ്ലി. അപ്പം ദൈവം പ്രോഫറ്റ്സിലൂടെ പറഞ്ഞിരുന്നു, യു വിൽ ബി ടേക്കൻ ക്യാപ്റ്റീവ് ബൈ സംബഡി ഹു വിൽ കം ഫ്രം ദ നോർത്ത്. അങ്ങനെ നോർത്തേൺ കിങ്ഡത്തിനെ ആര് പിടിക്കും? നോർത്തേൺ കിങ്ഡം വിൽ ബി ടേക്കൺ ഓവർ ബൈ ദി അസീറിയൻസ്. അസീറിയൻ രാജാവ് വന്നിട്ട് അവരെ കീഴ്പ്പെടുത്തും. ദ സദേൺ കിങ്ഡം വിൽ ബി കോൺകേർഡ് ബൈ ഹൂം? ബൈ ദ ബാബിലോണിയൻ കിങ് നെബുക്കദ്നേസർ. അപ്പം ആ ഒരു ഭാഗം നമ്മൾ 2 കിങ്സിലേക്ക് വരുമ്പോൾ നമ്മൾ കാണും. അപ്പം നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാം. ഓക്കെ. Hi friends, this week's Vogya is Psalms 119 verses 9. How can a young person stay pure? By obeying your word. Now, let us do it in action. Psalms 119 verses 9. How can a young person stay pure? By obeying your word. Now, let us do it one more time. Psalms 119 verses 9. How can a young person stay pure? By obeying your word. Thank you. ദൈവത്തിന് സ്തുതി. വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ. വിശുദ്ധ 10-ാം പിയൂസ് ഇറ്റലിയിൽ വെനീസിന് സമീപം റീസെ എന്ന ചെറു പട്ടണത്തിൽ ഒരു ദരിദ്ര കുടുംബത്തിലെ 10 മക്കളിൽ രണ്ടാമനായി 1835 പിറന്നു. ജോസഫ് സാർത്തോ എന്നായിരുന്നു കുട്ടിയുടെ ജ്ഞാനസ്നാന നാമം. ഗ്രാമർ സ്കൂളിലെ പഠനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം സെമിനാരിയിൽ ചേർന്നു. പഠന കാലാവധിയിൽ അല്പം ഇളവ് കിട്ടിയതുകൊണ്ട് 23-ാമത്തെ വയസ്സിൽ വൈദിക പദമേറ്റു. തുടർന്ന് തൊമ്പോളോ ഇടവകയിൽ സഹവൈദികനായി നിയമിക്കപ്പെട്ടു.
അന്ന് തൊമ്പോളോ ഇടവകയുടെ സ്ഥിതി ഏറ്റവും പരിതാപകരമായിരുന്നു. എങ്കിലും കർമ്മഭൂമി വിട്ടു പോകുവാൻ തുനിയാതെ ശുഭാപ്തി വിശ്വാസത്തോടെ പ്രവർത്തന നിരതനായി. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇടവകയിൽ നവചൈതന്യം ദൃശ്യമായി തുടങ്ങി. എല്ലാം കണ്ടറിഞ്ഞ മാർപ്പാപ്പ ജോസഫ് സാർത്തോയെ 1884 മാന്ദ്വാ രൂപതയുടെ മെത്രാനായി നിയമിച്ചു. അദ്ദേഹം സാർത്തോ രൂപതയിലെ എല്ലാ ഇടവകകളും ഇടയ്ക്കിടെ സന്ദർശിക്കുകയും ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. തൻ്റെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ട് കണ്ടറിയുന്നതിന് അങ്ങനെ അദ്ദേഹത്തിന് കഴിഞ്ഞു. അഗതികളെയും രോഗികളെയും അദ്ദേഹം തികഞ്ഞ സഹാനുഭൂതിയോടുകൂടി പരിഗണിച്ചു. വിശുദ്ധിയും വിനയവും പ്രേഷിത ചൈതന്യവും ഒത്തിണങ്ങിയ സാർത്തോയെ 13-ാം ലയോ മാർപ്പാപ്പ 1892 കർദിനാളായും വെനീസിലെ പാത്രിയാർക്കീസായും ഉയർത്തി. പുതിയ സ്ഥാനത്തിൻ്റെ ഔന്നത്യവും പ്രൗഢിയും അധികാരങ്ങളും മോൺ സാർത്തോയെ പൂർവാധികം വിനീതനാക്കുകയാണ് ഉണ്ടായത്. സുഖാഡംബരങ്ങളിൽ മുഴുകി ജീവിക്കുവാനല്ല, കർത്താവിൻ്റെ വിനീതദാസനായി ദൈവജനത്തെ ശുശ്രൂഷിക്കുവാനാണ് വൈദികൻ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തു. 1913 ലയോ 13-ാമൻ കാലം ചെയ്തപ്പോൾ വെനീസിലെ പാത്രിയാർക്കീസായിരുന്ന സാർത്തോ പുതിയ പാപ്പായായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1903 ഓഗസ്റ്റ് 9-ാം തീയതി പിയൂസ് 10-ാമൻ എന്ന പേരോടുകൂടി സ്ഥാനാരോഹണം ചെയ്തു. സഭയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ വ്യക്തമായി നിർവചിച്ചുകൊണ്ട് പിയൂസ് 10-ാമൻ കൽപ്പന പുറപ്പെടുവിച്ചു. അതാണ് അദ്ദേഹം ആദ്യമായി കൈക്കൊണ്ട നടപടി. മാർപ്പാപ്പ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രങ്ങളുടെ ഇടപെടൽ അക്കാലം വരെ അനാരോഗ്യകരമായ ചേരിതിരിവുകൾക്കും വലിയ സംഘർഷങ്ങൾക്കും കളമൊരുക്കിയിരുന്നു. മാർപ്പാപ്പയുടെ പുതിയ കൽപ്പന രാഷ്ട്രങ്ങൾ തങ്ങൾക്കുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്ന പല ദുസ്വാതന്ത്ര്യങ്ങൾക്കും കടിഞ്ഞാണിട്ടു. അന്നു ചിന്തകന്മാർ ഉന്നയിച്ച പല അബദ്ധ സിദ്ധാന്തങ്ങളെയും ഖണ്ഡിക്കുവാൻ അദ്ദേഹം മടിച്ചില്ല. 1907 പുറപ്പെടുവിച്ച പശേന്തി എന്ന ചാക്രിക ലേഖന മുഖേന മോഡേണിസം എന്ന ചിന്താധാരയുടെ വൈകല്യങ്ങൾ എടുത്തുകാട്ടി. പാവങ്ങളുടെ പരിരക്ഷയ്ക്കു വേണ്ടി മാർപ്പാപ്പ ഫലപ്രദമായ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പാക്കി. 1914 ഓഗസ്റ്റ് 20-ാം തീയതി അദ്ദേഹം മരണമടഞ്ഞു. 1954 പിയൂസ് 12-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി ഉയർത്തി. നാം ഉപേക്ഷിക്കേണ്ടതായി ഇനി പലതും ഉണ്ട്. അവ കലവറ കൂടാതെ ദൈവത്തെ ഏൽപ്പിക്കുന്നില്ലെങ്കിൽ അപേക്ഷിക്കുന്നത് നമുക്ക് ലഭിക്കുകയില്ല. ദൈവത്തിന് സ്തുതി. വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പയുടെ തിരുനാൾ മംഗളങ്ങൾ.